കഥ അച്ഛൻ എന്ന സ്വപ്നം ഭാഗം 54 രചന ശാലിനി ഇയെ. പിറ്റേന്ന് കാലത്ത് ബദരിയോടൊപ്പം നദി തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചു. ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് സാർ? ചില്ലിച്ചേച്ചിയുടെ കല്യാണം സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്കിളിനു എന്നോട് പഴയ സ്നേഹമൊന്നും കാണാനില്ല. ഞാൻ ഹോസ്റ്റലിലേക്ക് മാറിയാലോ സാർ? പെട്ടെന്ന് ബദരിയുടെ കാലുകൾ ബ്രേക്കിൽ അമർന്നു. പെട്ടെന്ന് വണ്ടി നിന്നതും നദി മുന്നോട്ടാഞ്ഞുപോയി. അവൾ പേടിയോടെ ബദരിയെ നോക്കുമ്പോൾ ബദരി അവളെ തന്നെ നോക്കി ഇരിക്കുകയാണ്. ഇങ്ങനെ ബ്രേക്ക് ചവിട്ടാമോ? ഞാൻ പേടിച്ചു പോയി. വിഷമമുണ്ടാകുന്ന രീതിയിൽ അച്ഛൻ എന്തെങ്കിലും നദിയോട് പറഞ്ഞോ? അത് ചില്ലിച്ചേച്ചിക്ക് വന്ന കല്യാണാലോചനയുടെ കാര്യം ഞാൻ കാർത്തിയേട്ടനോട് പറഞ്ഞത് കാർത്തിയേട്ടൻ അങ്കിളിൻ്റെ അടുത്ത് പറഞ്ഞു. അങ്കിൾ പറയുന്നതിന് മുൻപ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് വലിയൊരു വിഷമമായി മാറി. നീ കാർത്തിയോട് അതിനെക്കുറിച്ച് പറഞ്ഞു എന്ന് എന്തിനാണ് അച്ഛൻ്റെ അടുത്ത് പറയാൻ പോയത്? ഞാനല്ല, കാർത്തിയേട്ടനാ അങ്കിളിൻ്റെ അടുത്ത് പറഞ്ഞത് എന്ന് അച്ഛൻ പറഞ്ഞോ നിന്നോട്? അവൾ സത്യപ്രതാപൻ വിളിച്ച് സംസാരിച്ചത് അതേപോലെ ബദ്രിയോട് പറഞ്ഞു. കാർത്തി പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ നീ അതങ്ങ് സമ്മതിച്ചു കൊടുത്തു അല്ലേ? അച്ഛൻ നിൻ്റെ അടുത്ത് ഒരു നമ്പർ ഇറക്കിയതാണ്. കാർത്തി കല്യാണക്കാരൻ മുൻപേ അറിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു ധാരണ അച്ഛൻ്റെ മനസ്സിലുണ്ട്. അതാരാണ് പറഞ്ഞത് എന്നുള്ള ചോദ്യം അവശേഷിക്കുന്നുണ്ടായിരുന്നു. നിന്നോട് സംസാരിച്ചപ്പോൾ അതിനുള്ള ഉത്തരവും അച്ഛന് കിട്ടി. ഞാൻ ഒന്നും ആരോട് പറയരുതായിരുന്നു അല്ലേ സാർ? സാറും ചില്ലുചേച്ചിയും കാർത്തിയേട്ടനും എൻ്റേതാണെന്ന ഒരു ചിന്ത ഉണ്ടായിരുന്നു എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. ഇപ്പോൾ തോന്നുന്നു ഒന്നും വേണ്ടിയിരുന്നില്ല എന്ന്. ബന്ധങ്ങൾക്ക് അടുപ്പം വയ്ക്കുമ്പോൾ അകലാനുള്ള പ്രവണത കൂടും. ഞാൻ ആരാണെന്നുള്ള ചിന്ത എനിക്ക് എപ്പോഴും വേണമായിരുന്നു. അവൾ പറയുന്നതെല്ലാം അവൻ ഒരു പുഞ്ചിരിയോടെ കേട്ടിരിക്കുകയാണ്. സത്യത്തിൽ നദിക്ക് ഇപ്പോഴും അറിയില്ല നദി ആരാണെന്ന്. അതാണ് നീ ഇപ്പോഴും കുറ്റബോധത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നത്. അവൻ പറഞ്ഞതൊന്നും അവൾക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ വാക്കുകൾക്ക് അവൾ പ്രാധാന്യം കൊടുത്തതുമില്ല. കല്യാണത്തിന് ഇനി അധിക ദിവസമില്ലെന്നും പറഞ്ഞ് ചില്ലുചേച്ചി എൻ്റെ അരികിൽ നിന്നും മാറ്റി സാർ. സങ്കടം നിറഞ്ഞ അവളുടെ മുഖത്തേക്ക് അവൻ ഒരു നിമിഷം നോക്കിയിരുന്നു. ചില്ലു ഇന്നലെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്താണോ കിടന്നത്? അവളെ സ്വന്തം മുറിയിലേക്ക് അച്ഛൻ കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും കല്യാണം പ്രമാണിച്ച് ആവില്ല. ചില്ലു നദിയോടൊപ്പം തിരുവനന്തപുരത്തേക്ക് പോകാതിരിക്കാനുള്ള കുരുട്ടുബുദ്ധിയാണ്. അച്ഛൻ രണ്ടും കൽപ്പിച്ചാണെന്ന് അവന് മനസ്സിലായി. കഴിയുന്നതും കല്യാണ ദിവസത്തേക്ക് വയ്ക്കാതെ അതിനു മുൻപ് തന്നെ ദേവദത്തിനെ ഒഴിവാക്കേണ്ടത് ആണ് എന്ന് ബദ്രിയുടെ മനസ്സ് മന്ത്രിച്ചു. എന്തായാലും കാർത്തികമായി ആലോചിച്ച് അതിനൊരു തീരുമാനമെടുക്കണം. ഫോൺ ബെല്ലടിക്കുന്നത് കേട്ടുകൊണ്ടാണ് ചില്ലു ഉറക്കമുണർന്നത്. ബെഡിൽ അച്ഛനോ അമ്മയോ ഉണ്ടായിരുന്നില്ല. രണ്ടുപേരുടെയും കുളി കഴിഞ്ഞ് പുറത്തേക്ക് പോയിട്ടുണ്ടാകുമെന്ന് അവൾ ഊഹിച്ചു. കിടക്കയിൽ കിടക്കുന്ന ഫോൺ കൈയെത്തിച്ചെടുക്കുമ്പോൾ വെറും നമ്പറാണ്. ലാസ്റ്റിലെ 3 അക്കം കണ്ടപ്പോഴേ വിളിക്കുന്നത് ദേവദത്തനാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ ഫോണുമെടുത്ത് മെല്ലെ റൂമിൽ നിന്ന് പുറത്തിറങ്ങി സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് പോയി. നടക്കുന്നതിനിടയിൽ അവൾ ഹലോ എന്ന് പറയുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ചില്ലു, എഴുന്നേറ്റില്ലേ? വളരെ സ്നേഹത്തോടെയുള്ള ചോദ്യം. ദേ ഇപ്പോൾ എഴുന്നേറ്റതേ ഉള്ളൂ. എൻ്റെ കോളായിരിക്കും ചില്ലുവിൻ്റെ ഉറക്കം കെടുത്തി കളഞ്ഞത്. അതിനെന്നോട് പിണക്കമൊന്നും തോന്നുന്നില്ലല്ലോ? അയ്യോ, അതിനെന്തിന് പിണക്കം? അങ്ങനെയൊന്നും വിചാരിക്കല്ലേ. ഞാൻ എണീക്കാൻ നിൽക്കുമായിരുന്നു. നദിയോടൊപ്പം പോകണമെന്ന് കരുതിയതാ. അങ്ങനെയാണെങ്കിൽ 5 മണിക്ക് എഴുന്നേൽക്കുമായിരുന്നു. നദിയോ? അതാരാ? അന്ന് ഇവിടെ വന്നപ്പോൾ കണ്ടില്ലേ ഒരു പെൺകുട്ടിയെ? അവൾക്ക് നന്നായി പാടാനുള്ള കഴിവുണ്ട്. കുറച്ചു നാളായി അവൾ അമ്മാമ്മയുടെ ശിഷ്യയാണ്. എന്നും രാവിലെ 5 മണിയാകുമ്പോൾ ബദ്രിയേട്ടൻ അമ്മയുടെ തറവാട്ടിൽ കൊണ്ട് വിടും. ഓഹോ, അങ്ങനെ ഒരാൾ കൂടി ഉണ്ടല്ലേ അവിടെ? നദി, നല്ല പേര്, എല്ലാവർക്കും അറിയുന്ന വാക്ക് ആണെങ്കിലും ഒരു നെയിമായി ഇതുവരെ കേട്ടിട്ടില്ല. സ്വീറ്റ് നെയിം. നദി ചില്ലുവിൻ്റെ ആരാണ്? അമ്മയുടെ കൂട്ടുകാരിയുടെ മകളാ. അവൾക്ക് അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് നഷ്ടപ്പെട്ടപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് കൂട്ടി. ചില്ലുവിന് ഒരു നിമിഷം പോലും ആലോചിക്കേണ്ടി വന്നില്ല മറുപടി കൊടുക്കാൻ.
അനാഥക്കുട്ടിയാണോ? പാവം. ഞാനിപ്പോൾ വിളിച്ചത് ഒരു സന്തോഷവാർത്ത പറയാനായിരുന്നു. എന്താ? അച്ഛൻ ഇന്നലെ നമ്മുടെ വിവാഹത്തിനുള്ള സമയം നോക്കാൻ പോയിരുന്നു. ഈ മാസം 28-നാണ്. അങ്കിളിനോട് അച്ഛൻ വിളിച്ചു പറയും. കേട്ടപ്പോൾ സന്തോഷം കൊണ്ട് തന്നോട് ഈ വിവരം ഇപ്പോൾ തന്നെ പങ്കുവയ്ക്കണമെന്ന് തോന്നി. ഈ മാസം 28-നോ? ഇനി 2 ആഴ്ച പോലുമില്ലല്ലോ. ഇത്രയും പെട്ടെന്ന് കല്യാണം നടത്തുന്നതിനാ? ഒരു 3-4 മാസമൊക്കെ ഉറപ്പിച്ചു വെച്ചതിന് ശേഷം പോരെ? അവളുടെ ചോദ്യം ന്യായമായിരുന്നു. എനിക്കും അതൊക്കെ തന്നെയാണ് ആഗ്രഹം. വിവാഹത്തിന് മുൻപ് കിട്ടുന്ന 2-3 മാസങ്ങൾ പരസ്പരം അറിയാനും ചെറിയ തോതിലൊന്ന് പ്രണയിക്കാനും ഉപകരിക്കുമെന്ന് കരുതി. അപ്പോഴല്ലേ ജാതകം വില്ലൻ്റെ രൂപത്തിൽ വന്ന് മുന്നിൽ നിൽക്കുന്നത്. ജാതകത്തിൻ്റെ കളികളൊക്കെ കറക്റ്റായി നോക്കുന്ന അച്ഛനും അമ്മയും സമ്മതിക്കണ്ടേ? അവർ കരുതിയിരിക്കുന്നത് അതിൽ പറയുന്നതെല്ലാം സത്യമാണെന്നാ. കല്യാണം കഴിക്കുന്നെങ്കിൽ ഈ മാസം തന്നെ കല്യാണം കഴിക്കണമെന്ന്, ഇല്ലേൽ കല്യാണം കഴിക്കാൻ താമസിക്കുമെന്ന് പണിക്കർ കട്ടായം പറഞ്ഞിരിക്കുന്നു. ഉള്ള ദിവസങ്ങൾ വെച്ചങ്ങ് പ്രണയിച്ചു തുടങ്ങാമെന്ന് കരുതിയ ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത് തന്നെ വിളിച്ചത്. അതും പറഞ്ഞുകൊണ്ട് ദത്തൻ മനോഹരമായി ഒന്ന് ചിരിച്ചു. എന്തോ അവൻ്റെ സ്വരവും ചിരിയും അവളുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നു തുടങ്ങിയിരുന്നു. അവൾ പോലും അറിയാതൊരിഷ്ടം അവളുടെ ഹൃദയത്തിൽ നാമ്പെടുത്തു തുടങ്ങി. അതിൻ്റെ പ്രതിഫലം എന്നോണം ഒരു കുഞ്ഞു പുഞ്ചിരി അവളുടെ ചുണ്ടിലും മുട്ടിട്ടു. പിന്നെയും കുറച്ചുനേരം കൂടി അവർ പരസ്പരം സംസാരിച്ചു. സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന അകലമെല്ലാം സംസാരിച്ചു തുടങ്ങിയപ്പോൾ മെല്ലെ മെല്ലെ പടിയിറങ്ങിപ്പോയി. സംസാരപ്രിയയായ ചിലങ്ക പിന്നീട് സംസാരിച്ചതെല്ലാം സ്വന്തമായ ഒരാളോടെന്ന പോലെയാണ്. 1 മണിക്കൂറിന് ശേഷം ഫോൺ വയ്ക്കുമ്പോൾ ചിലങ്ക ദത്തനോട് വല്ലാതെ അടുത്തു കഴിഞ്ഞിരുന്നു. അന്ന് വൈകുന്നേരം സത്യപ്രതാപൻ്റെ ക്യാബിനിലേക്ക് മുന്നറിയിപ്പ് പോലുമില്ലാതെ കാർത്തി കടന്നു ചെന്നു. പെട്ടെന്നവനെ മുന്നിൽ കണ്ടതും അയാളൊന്ന് അമ്പരിക്കാതിരുന്നില്ല. എന്താ കാർത്തി? എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ അങ്ങോട്ട് വിളിപ്പിക്കാമായിരുന്നില്ലേ? തികച്ചും പേഴ്സണലായൊരു കാര്യത്തിന് അങ്കിളിനെ ഞാൻ എൻ്റെ ക്യാബിനിലേക്ക് വിളിപ്പിക്കാൻ പാടില്ലല്ലോ. ഗൗരവമാർന്ന മുഖത്തോടെ കാർത്തി പറഞ്ഞു. കാർത്തി ഇരിക്ക്. മുന്നിലെ ചെയറിലേക്ക് വിരൽ ചൂണ്ടി അയാൾ. ഗൗരവം ഒട്ടും വിടാതെ തന്നെ അവന ചെയറിലേക്കിരുന്നു. ഇനി പറയൂ, കാർത്തിക്ക് എന്താണ് എന്നോട് പറയാനുള്ളത്? ഈ ഓഫീസിനുള്ളിൽ ചില കളികൾ നടക്കുന്നുണ്ടെങ്കിൽ അതെന്തിനു വേണ്ടിയാണെന്നോ അതിൻ്റെ പിന്നിലെ ലക്ഷ്യം എന്താണെന്നോ ചോദിച്ചാൽ എനിക്കിപ്പോൾ പറയാനറിയില്ല. അതിൻ്റെ ഉത്തരം അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ എനിക്ക് കഴിയുമായിരിക്കും. അതിനുള്ള സമയം ഇപ്പോൾ എൻ്റെ മുൻപിലില്ല. ചില്ലുവിൻ്റെ വിവാഹം 3 മാസത്തേക്ക് നീട്ടിവെക്കുകയാണെങ്കിൽ അതിനുള്ള ഉത്തരം ഞാൻ അങ്കിളിൻ്റെ മുന്നിൽ കൊണ്ടുവന്നിരിക്കും. ഓഫീസിൽ നടക്കുന്ന കളികൾക്കുള്ള ഉത്തരവും ചില്ലുവിൻ്റെ വിവാഹവും തമ്മിലുള്ള ബന്ധം? അയാൾ കണ്ണുകൾ ചുരുക്കി ചെരിഞ്ഞ മിഴികളാൽ കാർത്തിയെ നോക്കി. അവൻ തൻ്റെ കയ്യിലുള്ള വീഡിയോസ് അയാൾക്ക് മുന്നിൽ കാണിച്ചു കൊടുത്തു. അയാൾ അതെല്ലാം ശ്രദ്ധയോടെ തന്നെയാണ് വീക്ഷിച്ചത്. ഇതെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കാൻ എനിക്കല്പം ബുദ്ധിമുട്ടുണ്ട് കാർത്തി. ഇതിൽ സംസാരിക്കുന്നവരുടെ ഫേസൊന്നും വ്യക്തമല്ല എന്നതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം, സിദ്ധാർത്ഥ എൻ്റെ അറിവിൽ വളരെ നല്ല ചെറുപ്പക്കാരനാണ്. അവനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല. മൂന്നാമത്തെ കാരണം, ഈ ആലോചന നടക്കുന്നതിനേക്കാൾ മുൻപേ ഇങ്ങനെയൊരു കാര്യം നീ അറിഞ്ഞിരുന്നെങ്കിൽ അപ്പോഴേ എനിക്ക് എന്നോട് പറയാമായിരുന്നു. നാലാമത്തെ കാരണം, അവരുടെ വീട്ടിലേക്ക് പോവാൻ ഞാൻ നിന്നെ വിളിച്ചതാണ്. ആ സമയത്തെങ്കിലും നിനക്ക് എന്നോട് സത്യാവസ്ഥ തുറന്നു പറയാമായിരുന്നു. അതൊന്നും പറയാതെ അന്ന് തന്നെ നീ ദത്തനെ പോയി കണ്ടത് ശരിയായെന്ന് ഞാൻ പറയില്ല. അയാൾ ഒന്ന് നിർത്തി കാർത്തിയുടെ മുഖത്തേക്ക് നോക്കി. അവസാനത്തെ കാരണം, നീ ചില്ലുവിനെ പ്രണയിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിനക്കത് നിഷേധിക്കാൻ കഴിയുമോ? അവനൊരു നിമിഷം സ്തംഭിച്ചിരുന്നു പോയി. ആ അങ്കിൾ എന്താ പറഞ്ഞത്? ഞാനും ഒരു പുരുഷനാണ്. നിൻ്റെ ഈ പ്രായത്തിൽ പ്രണയം പൂത്തെളിഞ്ഞ് നടന്നവനാണ്. അങ്ങനെയൊരു വികാരം കൊണ്ടു നടക്കുന്നവൻ്റെ മുഖം കാണുമ്പോൾ എനിക്കത് മനസ്സിലാക്കാൻ കഴിയും. അങ്കിൾ തെറ്റിദ്ധരിച്ചതാണ്. ചില്ലുവിൻ്റെ സന്തോഷത്തിനപ്പുറം എനിക്ക് വേറെ ഒന്നുമില്ലെങ്കിൽ അവളുടെ ജീവിതം കൺമുന്നിൽ നശിച്ചു കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നല്ലൊരുവന് അവളെ കൈപ്പിടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും എതിര് നിൽക്കില്ല. ആർക്കൊപ്പം ആയാലും എവിടെയായാലും അവളുടെ മനസ്സ് എന്നും സന്തോഷം നിറഞ്ഞതായിരിക്കണം. ശരി, നീ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ദത്തൻ്റെ അച്ഛൻ ഇന്ന് വിളിച്ചു. കല്യാണത്തിൻ്റെ ദിവസം പറഞ്ഞിട്ടുണ്ട്.
ഞാൻ അയാൾക്ക് സമ്മതവും കൊടുത്തിട്ടുണ്ട്. ഈ മാസം 28-നാണ് വിവാഹം. ഇന്ന് 14-ാം തീയതി. 28-ന് ഇനിയും ഉണ്ട് ദിവസങ്ങൾ. 20-ാം തീയതി വരെ ഞാൻ കാക്കും. അതിനുള്ളിൽ നീ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം സത്യമാണെന്ന് എൻ്റെ മുന്നിൽ തെളിയിച്ചിരിക്കണം. അങ്ങനെയെങ്കിൽ 20-ാം തീയതി ഞാൻ ഈ വിവാഹത്തിൽ നിന്നും പിന്മാറും. തെളിയിക്കാൻ എനിക്ക് കഴിയാത്ത പക്ഷം 28-ാം തീയതി അവൾ ദേവദത്തൻ്റെ ഭാര്യയായിരിക്കും. ഇതെൻ്റെ വാക്കാണ്. കാർത്തി ചെയറിൽ നിന്നും ചാടി എഴുന്നേറ്റു. അങ്കിൾ എനിക്ക് മുൻപിൽ വെച്ചു തന്നിരിക്കുന്ന വെറും 6 ദിവസമാണെന്ന് ഓർക്കണം. ഈ 6 ദിവസമാണ് അങ്കിളിൻ്റെ മകളുടെ ജീവിതത്തിൻ്റെ വിധി നിർണ്ണയിക്കാൻ പോകുന്നത്. ഞാൻ ഇത്രയും പറഞ്ഞിട്ടും അങ്കിളിന് ഒരു ടെൻഷനും തോന്നാത്തത് എന്തുകൊണ്ടാണ്? സ്വന്തം മകളുടെ ജീവിതം വെച്ചാണ് കളിക്കുന്നത് എന്ന ചിന്തയില്ലാത്തത് എന്തുകൊണ്ടാണ്? കാർത്തിയുടെ സ്വരത്തിൽ ദേഷ്യവും സങ്കടവും നിറഞ്ഞിരുന്നു. ഞാൻ അവളുടെ അച്ഛനാണ്. എൻ്റെ മനസ്സിൽ എൻ്റെ മകളെക്കുറിച്ചുള്ള വേവലാതികൾ എത്രത്തോളം ഉണ്ടെന്ന് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ പറഞ്ഞ ചലഞ്ച് ഏറ്റെടുക്കാൻ കഴിയുമെങ്കിൽ നീ എൻ്റെ മുന്നിൽ തെളിയിച്ചു കാണിക്കൂ. അതിനു നിനക്ക് അവസരം 20-ാം തീയതി വരെ മാത്രമേ ഉള്ളൂ. 20 കഴിഞ്ഞാൽ 28-ാം തീയതി വരെ നിൻ്റെ സ്ഥാനം ഗ്യാലറിയിൽ മാത്രമായിരിക്കും. വെറുമൊരു കാഴ്ചക്കാരൻ മാത്രമായിരിക്കും നീ. തുടരും കഥയുടെ അടുത്ത ഭാഗം നാളെ ഇതേ സമയം.